വെൽക്കം ബാക്ക് ടു റിയാൻസ് പാൻട്രി. നമുക്കിന്നൊരു ഇരട്ടച്ചക്കയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ചക്കയെല്ലാം വെട്ടി വൃത്തിയാക്കി എടുക്കാം. വേണ്ട, നമ്മുടെ ഈ ചക്ക എല്ലാം വൃത്തിയാക്കി പൂഞ്ഞെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്ക എടുക്കുമ്പോൾ നമ്മൾ പരിക്കാത്ത ചക്കകളാണ് എടുക്കേണ്ടത്. നല്ല പച്ച ചക്ക വേണം നമ്മൾ എടുക്കാൻ. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം നമുക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉപ്പും മഞ്ഞളും നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായോ ഇല്ലയോ എന്നൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പതയെല്ലാം മാറി ഈ ക്ലിയർ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടോ, തിളക്കുന്ന കണ്ടോ കണ്ടോ. അങ്ങനെ പതയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയുടെ പതയൊക്കെ മാറി ഇപ്പം നമ്മുടെ ചക്കവത്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും ഇതൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്തത് വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ എണ്ണമയം മാറാൻ വേണ്ടി നമ്മളൊരു ടിഷ്യൂ പേപ്പർ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചക്കളയൊക്കെ വറുത്തെടുത്താലോ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ചക്കയും കൂടി നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാ ചക്കയും വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കവത്തിൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചക്കവത്തിൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബും കമന്റും കൂടി ചെയ്ത് തരണേ ഗൈസ്. താങ്ക് യു.